പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യായാമത്തിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ട് ഇന്നും പലരും വ്യായാമം ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലരെങ്കിലും വ്യായാമം മുടക്കാറുണ്ട്. വ്യായാമം നമ്മൾ റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ വ്യായാമത്തിൻ്റെ പ്രയോജനം നന്നായി നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ പലർക്കും അത് സാധിക്കുന്നില്ല. അത് പല കാരണങ്ങളിലാണ് പലരും അതിനുവേണ്ടി പറയാറുള്ളത്. ചിലർ കാലാവസ്ഥ മഴ കൂടുതലായതുകൊണ്ട് വ്യായാമം ചെയ്തില്ല എന്ന് പറയും. ചിലർക്കാണെങ്കിൽ സമയം കിട്ടുന്നില്ല അത്രയും. മറ്റു ചിലർക്ക് മറ്റു ചില കാരണങ്ങളായിരിക്കാം. അതായത് മസിലിന് വേദനയെടുത്തു നടന്നപ്പോൾ അല്ലെ വ്യായാമം ചെയ്തപ്പോൾ. ഇങ്ങനെ പല കാരണങ്ങളാണ് പലർക്കുമുള്ളത്. അങ്ങനെ ഈ പല കാരണങ്ങൾ കൊണ്ടും പലരും വ്യായാമം പിന്നീട് മുടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യായാമം നമ്മൾ മുടങ്ങാതെ റെഗുലറായിട്ട് ചെയ്യാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അവ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം, നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ വ്യായാമത്തിന് ഒരു നല്ല സ്ഥാനം തന്നെ നൽകണം. നമ്മൾ പല കാര്യങ്ങൾക്കും മുൻഗണന നൽകാറുണ്ട്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ. ബിസിനസ്സുകാരാണ്, അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. ഇന്നൊക്കെ ചെയ്യണം, ഇന്ന ആൾക്കാരെ കാണണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് അവർക്കുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വ്യായാമത്തിന് പലപ്പോഴും ലാസ്റ്റായിട്ടാണ് പലരും അതിനെ പരിഗണിക്കാറുള്ളത്. അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും, അവസാനം സമയം വന്നെങ്കിൽ വ്യായാമം ചെയ്യാം എന്ന് ആണ് പലരും കരുതാറുള്ളത്. അങ്ങനെ കരുതുന്നതുകൊണ്ട് പലപ്പോഴും വ്യായാമം മുടങ്ങിപ്പോകുന്നു. ഉദാഹരണമായിട്ട് വൈകിട്ട് വ്യായാമം ചെയ്യാൻ പലരും വൈകിട്ടാകട്ടെ എന്ന് പലരും തീരുമാനിക്കുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ പരിപാടിയിൽ വന്നു ചേരുന്നു, അവർക്ക് സമയം കിട്ടുന്നില്ല, അല്ലെ കാലാവസ്ഥ മാറിപ്പോയി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വ്യായാമം അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ നമ്മുടെ മുൻഗണനാ പട്ടികയിൽ ആദ്യം തന്നെ ഞാൻ ഇന്ന് വ്യായാമം ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ വ്യായാമം ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വ്യായാമം ചെയ്യും എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ നല്ല ശീലങ്ങളിൽ ഈ വ്യായാമം കൂടി ഉൾപ്പെടുത്തണം. നമുക്ക് പല നല്ല ശീലങ്ങളും പലരും ചെയ്യാറുണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, അല്ലെ പല്ല് തേക്കുന്നു, അല്ലെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു. ഇതൊക്കെ നമ്മൾ നിത്യേന ചെയ്യുന്ന നല്ല ശീലങ്ങളാണ്. അപ്പോൾ വ്യായാമവും അതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ആ 3 കാര്യങ്ങൾ, വെള്ളം കുടിക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, പല്ല് തേക്കുന്നു, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വ്യായാമം ചെയ്യുന്ന ആ നല്ല ശീലം കൂടി ഈ ഞാൻ പറഞ്ഞ ശീലങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ വ്യായാമം മുടങ്ങാതിരിക്കും. പിന്നെ നമുക്ക് വ്യായാമം മുടങ്ങാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ പല ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാം. അത് ആധുനിക സാങ്കേതിക വിദ്യയെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താം. അതിനുവേണ്ടിയുള്ള പ്രത്യേക ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റിമൈൻഡർ വെക്കാം. അപ്പോൾ ഇങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയെ വ്യായാമം മുടങ്ങാതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ അങ്ങനെ വ്യായാമം മുടങ്ങുന്നവർ നമ്മുടെ വ്യായാമം മുടങ്ങാതിരിക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭർത്താവാണെങ്കിൽ ഭാര്യയെ കൂട്ടുക, ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കൂട്ടുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ അവരെ കൂട്ടുക. അങ്ങനെ മറ്റുള്ളവരുടെ ഒരു സമ്മർദ്ദമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു റിമൈൻഡർ ഉണ്ടെങ്കിൽ നമ്മുടെ വ്യായാമം മുടക്കിയില്ല. പിന്നെ മറ്റൊന്ന്, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളതൊരു സന്തോഷത്തോടു കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് നമുക്ക് പാട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് വ്യായാമം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയോ ഒക്കെ വ്യായാമത്തിന് കൂട്ടുക. അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം വർത്തമാനം പറഞ്ഞ് നമുക്ക് വ്യായാമം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് 4 or 5 സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 or 3 സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒപ്പം നടക്കുകയാണെങ്കിൽ നമുക്ക് ആ വ്യായാമം അടുത്ത ദിവസം നമ്മൾ മുടക്കുകയില്ല. കാര്യം അവർ നമ്മളെ നിർബന്ധിക്കും വ്യായാമം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളുടെ കൂട്ട് നമുക്ക് വ്യായാമം മുടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ബന്ധുക്കളുടെ കൂട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ കുട്ടികളുടെ കൂട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യായാമം നമ്മൾ തിരഞ്ഞെടുക്കണം. ആരും നിർബന്ധിച്ച് നമ്മൾ ഒരാളെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് ശരിയാകുകയില്ല. നമ്മൾ നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് മരം കയറിയാൽ അവൻ എത്രമാത്രം എൻ്റെ കയറിയുള്ളൂ, അത് പണ്ട് പോലെ നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ വ്യായാമം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കണം. പലതരത്തിലുള്ള വ്യായാമമുണ്ട്. ഷട്ടിൽ കളിക്കുന്ന ഒരു വ്യായാമം, നടക്കുന്നത് വ്യായാമം, ഓടുന്നത് വ്യായാമം, ജോഗിങ് ചെയ്യുക. ചിലർക്ക് സൈക്ലിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അതേസമയത്ത് നീന്താനായിരിക്കും ഇഷ്ടം.
അപ്പോൾ അവനവന് ഇഷ്ടമുള്ള വ്യായാമം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കത് മുടങ്ങാതിരിക്കുവാൻ വളരെയധികം സഹായിക്കും. ഒരു വിദഗ്ധൻ പറഞ്ഞത്, എ ബാഡ് വാക്കർ വാക്സ് വിത്ത് ഹിസ് ലെഗ് ബട്ട് എ ഗുഡ് വാക്കർ വാക്സ് വിത്ത് ഹിസ് ബ്രെയിൻ എന്നാണ്. അപ്പോൾ അത് പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ ആ അന്തസത്ത മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ നടക്കുമ്പോൾ അത് എൻജോയ് ചെയ്ത് നടക്കണം. ഏത് വ്യായാമം ചെയ്താലും അത് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ വ്യായാമമായിരിക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്കതിനൊരു പ്രിപ്പറേഷൻ വേണം. അതായത് നമ്മൾ ഏത് കാര്യത്തിനും ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. നമ്മളൊരു വീട് പണിയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പ്രിപ്പറേഷനാണ് അതിനകത്ത് അത് വീട് പണിയുന്നതിന് മുമ്പ് വേണ്ടത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വ്യായാമം ചെയ്യുന്നതിന് മുമ്പും അതിനൊരു തയ്യാറെടുപ്പ് വേണം. അതായത് വ്യായാമം ഏതാണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യണം. പിന്നെ രണ്ടാമത് നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രസ്സ് വേണം, അതനുസരിച്ചുള്ള സ്പോർട്സ് ഷൂവോ അങ്ങനെയുള്ള ഷൂസ് ഐറ്റം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വ്യായാമം നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് 3 ഘട്ടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അതായത് വ്യായാമത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അതായത് വാമപ്പ് എന്നും പറഞ്ഞുള്ളതുണ്ട്, പിന്നെ എക്സർസൈസ് പ്രോപ്പർ, പിന്നെ കൂൾ ഡൗൺ എന്ന അവസാനത്തെ ഒരു പ്രൊസീജിയറുണ്ട്. വാമപ്പ് നമുക്കൊരു 5 മിനിറ്റ് സമയമെടുക്കും, കൂൾ ഡൗണും നമുക്കൊരു 5 മിനിറ്റ് സമയമെടുക്കും. വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യായാമത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുന്ന അവസ്ഥയാണ്. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന സ്ട്രെച്ചിങ് വ്യായാമമൊക്കെ അതിനു വേണ്ടി ചെയ്താൽ മതി. അതുപോലെ തന്നെ കൂൾ ഡൗൺ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിലെ രക്തഓട്ടം പുനഃക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് സ്ട്രെച്ചിങ് വ്യായാമം ചെയ്താൽ മതി. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ള വീഡിയോ എൻ്റെ ചാനലിനകത്ത് ധാരാളമുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. പിന്നെ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി വ്യായാമം ചെയ്യരുത്. സാവധാനം മാത്രമേ വ്യായാമം തുടങ്ങാവുള്ളൂ. വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് 40 അല്ലെങ്കിൽ 50 വയസ്സിൽ കൂടുതലുള്ളവർ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവരും, പ്രമേഹം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ടുള്ളവർ ഒരു മെഡിക്കൽ ചെക്കപ്പിന് ശേഷം മാത്രമേ വ്യായാമം ചെയ്യാവുള്ളൂ. പ്രായമുള്ളവരും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർമാർ കൊറോണറി ധമനിയിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ വ്യായാമം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ റെസ്ട്രിക്ഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ ചില വ്യായാമങ്ങൾ അവർ ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വ്യായാമം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എടുത്തിയാടി വ്യായാമം ചെയ്യരുത്. അതായത് ചിലരൊക്കെ ഡോക്ടർ വ്യായാമം ചെയ്തു പറയുന്നു, അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ നിരവധി പ്രയോജനങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് വ്യായാമം ചെയ്യും. അതായത് പെട്ടെന്ന് ഒരു ദിവസം എടുത്തിയാടി വ്യായാമം ചെയ്യും. അത് അത്ര ശരിയല്ല. എടുത്തിയാടി ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ അങ്ങ് വ്യായാമം ചെയ്യും. ഇപ്പോൾ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ റെഗുലറായിട്ട് 1 മണിക്കൂർ വ്യായാമം ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വ്യായാമം തുടങ്ങുന്നവർ ആദ്യം പതുക്കെ വ്യായാമം ചെയ്യാൻ തുടങ്ങാവുള്ളൂ. ഒരു 10 മിനിറ്റ് വ്യായാമം ചെയ്യുക ആദ്യത്തെ ദിവസം. പിന്നെ രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു 10 മിനിറ്റോടെ കൂട്ടുക. അങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ട് 1 മണിക്കൂർ സമയം വ്യായാമം ചെയ്യുക. അപ്പം വ്യായാമം നമ്മൾ സാവകാശമേ ചെയ്യാവുള്ളൂ. രാവിലെ എടുത്തിയാടി പെട്ടെന്ന് ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അപ്പോൾ വ്യായാമം നമ്മൾ ചെയ്യുമ്പോൾ തുടക്കക്കാർ അത് സാവകാശം മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ വ്യായാമം മുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാലാവസ്ഥയാണ്. മഴയുള്ള സീസണിൽ പലരും വ്യായാമം അങ്ങ് കംപ്ലീറ്റ് മുടക്കും. കാരണം പുറത്തിറങ്ങാൻ പറ്റുകയില്ല. അതുപോലെ ചിലപ്പം അടമഴയായിരിക്കാം. അങ്ങനെയുള്ളവർ ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വ്യായാമം ചെയ്യാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു ചെറിയ ജിം നമുക്ക് ഒരുക്കാവുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് ട്രെഡ്മിൽ സംഘടിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡംബൽ വെക്കാം. അതുപോലെ റെസിസ്റ്റൻസ് ബാൻഡ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനറി സൈക്ലിങ് തുടങ്ങിയ പല എക്യുപ്മെൻറ്റ്സും ഇന്ന് വ്യായാമം ചെയ്യുവാൻ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ മുറിയിൽ സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ മഴക്കാലത്തും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ കാലാവസ്ഥ ഒരു പ്രശ്നമാകത്തില്ല. പിന്നെ വ്യായാമം മുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക്, അവർ രാത്രി വളരെ വൈകിയാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ വൈകിയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. ചിലപ്പോൾ 7 മണി 8 മണിക്കൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അവർക്ക് വ്യായാമം കിട്ടാൻ സമയം ഒട്ടും തന്നെ ഇല്ല. അവർക്ക് പെട്ടെന്ന് 9-10 മണിക്കൊക്കെ ഓഫീസിൽ ചെല്ലേണ്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ വൈകി രാത്രിയിൽ കിടക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ 9:30 അല്ലെങ്കിൽ 10 മണിക്ക് മുമ്പ് തന്നെ കിടന്നിരിക്കണം. 10 മണി കഴിയുമ്പോഴെങ്കിലും നമ്മൾ ഉറങ്ങാൻ തുടങ്ങണം. ഒരു ദിവസം നമുക്ക് 7-8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. ഒരു ദിവസം നമ്മൾ ഉറങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്കതിൻ്റെ ക്ഷീണം വരും. അപ്പോൾ നമ്മുടെ വ്യായാമം മുടങ്ങിപ്പോവും. അപ്പോൾ വ്യായാമം മുടങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കിടക്കണം. 7-8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യായാമം മുടങ്ങുകയില്ല.
റെഗുലറായിട്ട് നമുക്ക് വ്യായാമം ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ ചെയ്താലേ വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ വ്യായാമത്തിന് നിരവധി പ്രയോജനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി തന്നെ എൻ്റെ ചാനലിൽ 3-4 വീഡിയോകളുണ്ട് വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി. അവയെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഈ വ്യായാമത്തിൻ്റെ പ്രയോജനത്തെ പറ്റിയുള്ള ഈ അറിവ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.